ഞായറാഴ്ചയായിട്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മുടെ നാടത്തിലുള്ള അല്ലേട്ട എന്നെ വിളിച്ചിട്ട് അവരുടെ കരിയിലക്കുളങ്ങരയിലുള്ള രുദ്രം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കാളകെട്ടിൻ്റെ ശിവരാത്രിയോട് അനുബന്ധിച്ച് കാളകെട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഈ കാള, തേര്, കുതിര അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാളകെട്ടിൻ്റെ ചെറിയൊരു അനൗൺസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ച് വിളിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ചെറിയ അനൗൺസ്മെൻ്റ് എടുത്ത് അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ വിചാരിച്ചു എന്തായാലും അനൗൺസ്മെൻ്റൊക്കെ കേൾക്കാൻ എനിക്കൊരു വ്ളോഗും ചെയ്യാം, മറ്റുള്ളവർ ഇതൊക്കെ കാണിക്കാമല്ലോ. നമ്മുടെ നാട്ടിലുള്ള ഈ എന്താണ് കെട്ടുകാഴ്ചയുടെ കാള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി എന്തായാലും ഞാൻ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി ഇറങ്ങി. അപ്പോൾ ഇതാണ് കാളകെട്ടിനുള്ള ശിരസ്സും വഹിച്ചുകൊണ്ടുള്ള യാത്ര. കളരിക്കൽ അമ്പലത്തിൽ നിന്നും ഘോഷയാത്രയായിട്ട് അവരുടെ കാളച്ചൂട്ടിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അവിടെ രുദ്രം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അല്ലേട്ടനാണ് അതിൻ്റെ രക്ഷാധികാരി. അല്ലേട്ടൻ എൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. അപ്പോൾ ഞാൻ എവിടെയാണെന്ന് ചോദിച്ച് വിളിച്ച് എൻ്റെ കൂട്ടുകാരൻ സുജിത്തിന് ഞാൻ എൻ്റെ കറണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് എന്തായാലും സുജിത്തും എൻ്റെ കൂടെ ഒപ്പം ചേർന്ന് ഇതിലേക്ക് നിന്നു. ഇത് നിൽക്കുന്നത് നമ്മുടെ അല്ലേട്ടൻ്റെ കുഞ്ഞാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവളുടെ വിഷു കൂടിയൊക്കെ എടുക്കണേന്ന് എൻ്റെ അടുത്ത് ഇടയ്ക്ക് സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ അത് അല്ലേട്ടൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അല്ലേട്ടൻ, നാടകത്തിൽ എൻ്റെ അച്ഛൻ വിഷയം ചെയ്യുന്ന അല്ലേട്ടൻ. അപ്പോൾ അല്ലേട്ടൻ ഞാനും കുറേ വർഷങ്ങളായിട്ടുള്ള ഇപ്പം കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം 6 വർഷത്തോളമായി ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. അല്ലേട്ടനൊരു ഫോട്ടോഗ്രാഫറാണ്. കരിയിലക്കുളങ്ങര ശിവനട ക്ഷേത്രത്തിന് സമീപമുള്ള ആദ്യ സ്റ്റുഡിയോ അല്ലേട്ടനാണ്. അപ്പോൾ ശിരസ്സും വഹിച്ചുകൊണ്ടുള്ള യാത്ര കളരിക്കൽ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അനൗൺസ്മെൻറ്റിൻ്റെ പോർഷൻ എന്തായാലും കേൾപ്പിച്ചു തരാം. ഈ കുട്ടികൾക്കൊക്കെ എല്ലാ കാലത്തും ഓർത്തു വെക്കാനുള്ള വലിയൊരു അനുഭവമായിരിക്കും അവർ ഈ ശിരസിൻ്റെ കൂടെ ഇത്തരം ഘോഷയാത്രയുടെ വണ്ടിയുടെ പുറകിൽ അവർ പോകുന്ന കാഴ്ചയെല്ലാം. പിന്നെ ഇന്നത്തെ ജനറേഷനും ഇങ്ങനെയുള്ള ആഘോഷങ്ങളല്ല പുതിയൊരു അനുഭവമായിരിക്കും. അവരിഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഘോഷയാത്രയ്ക്ക് ഇടയ്ക്ക് ഞാനും സുഹൃത്തും കൂടി ചായക്കടയിലേക്ക് ചായ കുടിക്കാനായിട്ട് കയറി. അവിടെ നിന്ന് പാൽബൺ മേടിച്ച് ഞങ്ങൾ പാൽബണ്ണും ചായയും കൂടി കഴിച്ചു. പാൽബണ്ണിനകത്ത് ക്രീമില്ലെന്നും പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. ഇവന്റെ തലയിൽ ആരും ചൂടുവെള്ളമൊന്നും കോഴിയിരിക്കരുത്. കടയിൽ കുറേ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. രുചിയിൽ ആറാടുകയാണ്, അങ്ങനെ മറക്കാത്ത സ്വാദും മരിക്കാത്ത ഓർമ്മകളും. ചെറിയ കടയാണെങ്കിൽ പോലും അവിടെ അൽഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 110 രൂപയാണ് അവിടുത്തെ അൽഫാമിന്. സുജിത്ത് അപ്പോൾ ഒരു ഏത്തയ്ക്കാപ്പവും കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏത്തയ്ക്കാപ്പവും പാൽബണ്ണുമാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ സൂത്തുപത്തിന് ഞാനും കൂടി ചായ കുടിച്ചിട്ട് പിന്നെയും കാള എടുത്തോട്ട് ഓടുകയാണ്. മൊത്തത്തിൽ 3 കാള. അപ്പോൾ ഞാൻ വണ്ടി അടുത്തതിന് വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങളുടെ ഇടവഴി കയറി നമ്മുടെ കാളച്ചോട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വഴിയിൽ മധുചേട്ടൻ, നാടകത്തിലുള്ള സെറ്റ് വർക്കുള്ള മധുചേട്ടൻ അവിടെ വഴി നിൽക്കുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മുടെ ഘോഷയാത്ര കടന്നു വരുന്നത് കാണാൻ ഭയങ്കര മനോഹരമായിട്ടുണ്ടായിരുന്നു. കാരണം 2 വശങ്ങളിലായിട്ട് കയ്യിൽ വിളക്കുകളും ഏന്തി പങ്കമാർ നടന്നു വരുന്ന മനോഹരമായ കാഴ്ച. ഓം നമഃ ശിവായ. ബഹുമാന്യരെ, കരിയിലക്കുളങ്ങര കൈലാസപുരം മഹാശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കരിയിലക്കുളങ്ങര രുദ്രം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അണിയിച്ചൊരുക്കുന്ന വീരരുദ്രം കെട്ടുകാളയുടെ ശിരസ്സും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഈ ഗ്രാമവീതിയെ ഭക്തിസാന്ദ്രമായി മാറ്റിക്കൊണ്ട് കടന്നുവരുന്നത്. അങ്ങനെ ശിരസ്സും വഹിച്ചുകൊണ്ടുള്ള യാത്ര നമ്മുടെ കാളച്ചൂട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കുറേയധികം നടന്ന് കുഴഞ്ഞു നിൽക്കുകയാണ്. അവിടെ കഴിക്കാനായിട്ട് അവർ അവലും പഴവും അതേപോലെ തന്നെ ചുക്കാപ്പിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഘോഷയാത്രയിൽ ആനയിച്ചു കൊണ്ടുവന്നുകൊണ്ടിരുന്ന നമ്മുടെ ആ കാളകേൻ്റെ ശിരസ്സും കാര്യങ്ങളും എല്ലാം അവിടെ സമർപ്പിച്ചു. അപ്പോൾ എല്ലാവരും അവലും കാര്യങ്ങളൊക്കെ നിറച്ച് വെക്കുകയാണ് എല്ലാവർക്കും കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ശിരസ്സിൻ്റെ സമർപ്പണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ചെണ്ട കൊട്ടുന്നതിനകത്തിൽ ഒരാൾ വലത്തെ അറ്റം നിൽക്കുന്ന കക്ഷി എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. പണ്ട് ഞാൻ IT പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കക്ഷിയാണ്. ഇവിടെ അടുത്താണ് വീടെന്നൊക്കെ പറഞ്ഞു എന്നോട് വന്ന് സംസാരിച്ചായിരുന്നു. അപ്പം അങ്ങനെ പരിപാടികളെല്ലാം ശുഭമായി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കരിയിലക്കുളങ്ങര അമ്പലത്തിൽ നാടകം ഉണ്ടെന്നറിഞ്ഞു. മലയാളം നാടകവേദിയുടെ സ്വന്തം നാമധേയത്തിൽ എന്ന് പറയുന്ന നാടകം അനിലേട്ടൻ്റെ സുഹൃത്തായിട്ടുള്ള ചെറുമേൽ ജോഷിയും അതിനകത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെ അനിലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നാടകം കാണാനായിട്ട് ഞാനും നമ്മുടെ സുജിത്തും കൂടി നാടകവേദിയിലേക്ക് കടന്നു ചെന്നു. ഈ വേദിയിൽ 2018 ശിവരാത്രിയോടനുബന്ധിച്ച് നാടകം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മക്കിനാവ് എന്ന് പറയുന്ന നാടകം 2018 മറ്റോ ഇവിടെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ൊപ്പം പോകുന്നു ഒറ്റവരി കുറിപ്പ് എഴുതി വെച്ച് അവൻ തൂങ്ങി. രാജേഷ് ഇപ്പം നാടകമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അല്ലേട്ടനും കുടുംബം എല്ലാം കൂടി ചെറുമേൽ ജോഷിയേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. ജോഷിയേട്ടനായിട്ട് ഒരു ഫോട്ടോ, അല്ലേട്ടൻ്റെ കുടുംബവും ഞാനും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു. ഇതെല്ലാം നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള അതിഗംഭീര കലാകാരന്മാരാണ്. അവരുടെ അടുത്തെല്ലാം കുറച്ച് നേരം സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ശിവനട, നമ്മുടെ കരിയിലക്കുളങ്ങര ശിവനട ക്ഷേത്രം. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. കൊടിയേറി കിടക്കുകയാണ്. അടുത്ത ഉത്സവം ശിവരാത്രിയോട് അനുബന്ധിച്ചാണ് അവിടുത്തെ ഉത്സവം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.